ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, റസൂലുള്ളാഹിയുടെ അമലിനെ കുറിച്ചുള്ളൊരു ചോദ്യം നമുക്ക് കാണാൻ കഴിയും. സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, നബിയെ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള അമലേതാണ്? നമ്മൾ പലപ്പോഴും മസ്അലകളാണ് ചോദിക്കാറുള്ളത്. ഇങ്ങനെയായാൽ എന്താണ് ഉസ്താദ് അതിൻ്റെ ഉത്തരം? ഇന്നതാണ് അതിൻ്റെ ഹുക്ം എന്താണ്? ഹുക്മുകളാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. സഹാബത്തിൻ്റെ അധിക ചോദ്യങ്ങളും സ്വർഗവുമായി ബന്ധപ്പെട്ടാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അദ്വമുഹാ വ ഇൻ ഖല്ല. കുറച്ചാണെങ്കിലും സ്ഥിരമാക്കുന്ന അമലുകളാണ്, സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ് അള്ളാഹുവിന് ഇഷ്ടം. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു, കാന അമലുഹു ദീമ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അമലുകളും സ്ഥിരമായി ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക മാസത്തിൽ ഒരു പ്രത്യേകമായ അമലുകൾ, പിന്നെ ഒരു അമലുമില്ല. റമളാനിൽ വളരെ സജീവം, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ജമാഅത്തില്ല, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ പാരായണമില്ല, റമളാൻ കഴിഞ്ഞാൽ പിന്നെ സ്വതക്കയില്ല. അതല്ല നമ്മുടെ മുൻഗാമികളുടെ രീതി. അത് മനസ്സിലാക്കാൻ ഒരൊറ്റ ഹദീസ്, എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ ഒരു ഇൽമു ലഭിച്ചപ്പോൾ അവരത് തുടർത്തിയത്? ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പറയുന്നൊരു ഹദീസ് കാണാൻ, മൻ സ്വല്ല സ്നതൈൻ അശറത റകഅ. ഒരാൾ 12 റക്അത്ത് നിസ്കരിച്ചു, ഫി യൗമിൻ വലൈല, രാത്രിയും പകലുമായി, അഥവാ റവാത്തിബ്. 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ ബുനിയ ലഹു ബിഹിന്ന ബൈതുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് നൽകും. റവാത്തിബ് സുന്നത്തിൻ്റെ കൂലിയാണ്. 12 റക്അത്ത് നിസ്കരിച്ചോ സ്വർഗത്തിൽ ഒരു വീട് അവർക്ക് ലഭിക്കും. ഈ നന്മ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ അറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഉമ്മു ഹബീബ പറയുകയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ റസൂലില്ലാ. അള്ളാൻ്റെ റസൂലിൽ നിന്ന് ഞാനത് കേട്ടതിന് ശേഷം ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ ആ നന്മ നഷ്ടപ്പെട്ടൊരു ദിവസമില്ല. 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാത്തൊരു ദിവസം ഉമ്മു ഹബീബയുടെ ജീവിതത്തിലില്ല. ഉമ്മു ഹബീബയിൽ നിന്ന് ഈ ഹദീസ് കേട്ടത് അംബസയാണ്. അദ്ദേഹം പറയാണ്, ഉമ്മു ഹബീബയിൽ നിന്ന് ഞാൻ കേട്ടതിന് ശേഷം ഒരു ദിവസവും ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. അംബസയിൽ നിന്ന് ഈ ഹദീസ് കേട്ടത് അംർ ഇബ്നു ഔസാൻ. അദ്ദേഹം പറയുകയാണ്, അംബസയിൽ നിന്ന് ഹദീസ് കേട്ടതിന് ശേഷം എൻ്റെ മരണം വരെ ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. അംർ ഇബ്നു ഔസിൽ നിന്ന് ഈ ഹദീസ് കേട്ടത് നുഅ്മാൻ ഇബ്നു സാലിം. മരണം വരെ നുഅ്മാൻ 12 റക്അത്ത് റവാത്തിബ് ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പൊ സ്വഹാബത്തൊരു നന്മ മനസ്സിലാക്കിയാൽ അവർ മരണം വരെ അത് തുടർത്തി, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അവരത് മാറ്റി. ഈ ഒരു രീതിയാണ് നമുക്കുണ്ടാകേണ്ടത്. എത്ര ചെറുതാണെങ്കിലും അത് തുടർത്തുക. നമുക്ക് ഒരു പേജാണോ പാരായണം ചെയ്യാൻ കഴിയുക, അത് തുടർത്തണം. റമളാനിൽ ഖത്മ് തീർക്കുക, ഇനി അടുത്ത റമളാനിൽ ഖുർആൻ തുറക്കുക, അതല്ല. റമളാനിൽ സുദീർഘമായ രാത്രി നമസ്കാരം, റമളാൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുമില്ല ഫർളുമില്ല, അതല്ല. കഴിയുന്ന അമലുകൾ അത് നിരന്തരമായി അത് തുടർത്താൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം നിർത്തിയത് ഇനി നമ്മൾ ആരംഭിക്കരുത്. നമ്മൾ നിർത്തിയ ഒരുപാട് തിന്മകളുണ്ട്. റമളാനിൽ നമ്മുടെ ദേഹേച്ഛകളെ നമ്മൾ പിടിച്ചു വെക്കുകയായിരുന്നു. നമ്മുടെ കണ്ണിനെ നമ്മൾ നിയന്ത്രിച്ചു, നമ്മുടെ കാതിനെ നമ്മൾ നിയന്ത്രിച്ചു, നമ്മുടെ വിശപ്പ് നമ്മൾ നിയന്ത്രിച്ചു, നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിച്ചു. റമളാൻ കഴിഞ്ഞാൽ എല്ലാ തോന്നിവാസങ്ങളുടെ വാതിലും തുറക്കുന്ന ഒരു സാഹചര്യം വിശ്വാസിക്കുണ്ടാകരുത്. റമളാൻ കഴിഞ്ഞ് വീണ്ടും നമ്മൾ നിർത്തിവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ സഹോദര, ഈ റമളാനിനൊരു പ്രസക്തിയുമില്ല. ഈ റമളാനിലൂടെ നമ്മൾ ഒന്നും നേടിയിട്ടില്ല. ലാ യജിദു ഹലാബത്തുൽ ഇബാദ
ഹത്താ തജ്അല ബൈനക വബൈന അശ്ശഹവാതി സദ്ദൻ. നിങ്ങൾക്ക് ഇബാദത്തിന്റെ ഹലാവത്ത് ലഭിക്കണമോ, ഇബാദത്തിന്റെ മധുരം ലഭിക്കണമോ? നിങ്ങളുടെ ദേഹേച്ഛകളുണ്ട്, മനസ്സ് കൊതിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മനസ്സ് പറയും അത് ചെയ്യും, അതിന് നല്ലൊരു ആസ്വാദനമുണ്ട്. ഒരു സിഗരറ്റ് വലിച്ചാൽ, ഒരു ലഹരി ആസ്വദിച്ചാൽ, ഒരു അനാവശ്യമായ ഒരു ചിത്രം കണ്ടാൽ, ഒരു ഹറാമിലേക്ക് നോക്കിയാൽ ഒരു ലദ്ദത്തുണ്ട്, ഒരു ആസ്വാദനമുണ്ട്. ആ ആസ്വാദനത്തിലേക്ക് മനസ്സു വിളിക്കും. നിന്റെ മനസ്സിനും ആ ശഹവത്തുകൾക്കും ഇടയിൽ ഒരു മതിലു പണിയാൻ കഴിയുമ്പോഴാണ് ഇബാദത്തുകൾക്ക് ആസ്വാദനം ഉണ്ടാവുക. അല്ലെങ്കിൽ ഇബാദത്ത് യാന്ത്രികമായിരിക്കും. വെറുതെ കുറെ നിസ്കാരങ്ങൾ, വെറുതെ കുറെ പ്രവർത്തനങ്ങൾ, ആ ഇബാദത്തുകൾക്ക് ആസ്വാദനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ശഹവത്തുകളെ, നമ്മുടെ ദേഹേച്ഛകളെ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലരും പറയും എൻ്റെ ഇഷ്ടത്തിനാണ്. മകളോട് ബാപ്പ പറയേണ്ട മോളെ ആ ബന്ധം വേണ്ട, അത് അപകടമാണ്. മോളുടെ മറുപടി ഉപ്പ എൻ്റെ ഇഷ്ടമല്ലേ, ഞാനാണ് തീരുമാനിക്കേണ്ടത്. മോനെ അത് വേണ്ട. മകൻ്റെ മറുപടി എൻ്റെ ഇഷ്ടമാണ്. ഇന്ന് ഈ വാക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇഷ്ടം, എൻ്റെ തീരുമാനം, എൻ്റെ മനസ്സ് പറയുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ റബ്ബിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാകണം. എൻ്റെ ഇഷ്ടത്തിനു പറയുന്നത് ശഹ്വത്ത് എന്നാണ്, ദേഹേച്ഛ എന്നാണ്. എൻ്റെ മനസ്സ് കൊതിക്കുന്നത്, എൻ്റെ മനസ്സ് പറയുന്നത്. നരകം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം നരകത്തെ ശഹ്വത്തുകൾ കൊണ്ടാണ് പൊതിഞ്ഞത്. നരകത്തിലേക്കുള്ള വഴി മനസ്സു കൊതിക്കുന്നതാണ്. മനസ്സിനു പലതും കേൾക്കാൻ ഇഷ്ടമുണ്ടാകും, മനസ്സിനു പലതും ആസ്വദിക്കാൻ ഇഷ്ടമുണ്ടാകും. ആ ശഹ്വത്തുകളാണ് നരകത്തിലേക്കുള്ള വഴികൾ. ആ ശഹ്വത്തുകൾ കൊണ്ട് നരകത്തെ പൊതിഞ്ഞ് അള്ളാഹു ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ താങ്കൾ ആ നരകത്തെ ഒന്ന് കണ്ടുവരൂ, നരകത്തിന്റെ ചുറ്റുമുള്ള പ്രവർത്തനങ്ങളെ കണ്ടുവരൂ. നരകം കണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, വഇസ്സതിക്, റബ്ബേ നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. ലഖദ് ഖശീതു അല്ലാ യൻജു മിൻഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. ആ നരകത്തിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല എന്ന് ഞാൻ പേടിക്കാണ്. കാരണം മനുഷ്യന്റെ മനസ്സു കൊതിക്കുന്ന കാര്യങ്ങളാണ് നരകത്തിലേക്കുള്ള വഴി. ഇനി പ്രത്യേകം നമ്മൾ ഇവിടെ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു വിഷയം, ഇവിടെ തടിച്ചുകൂടി എത്ര ആളുകളുണ്ട്? നമുക്ക് ജുമുഅ മാത്രമല്ലല്ലോ ഉള്ളത്. സുബഹി ജമാഅത്തിന് പള്ളിയിലെത്താത്ത ഒരു മുസ്ലിം സഹോദരൻ ഉണ്ടാകരുത്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിന്റെ കൂലി ഈ ദുനിയാവിനേക്കാൾ ഖൈറാണ്. അപ്പൊ സുബഹിക്ക് എത്ര പ്രതിഫലമുണ്ട്? റമദാനിൽ 30 ദിവസവും രാത്രി നമസ്കരിച്ചവരാണ് ഈ ഇരിക്കുന്നത്. റമദാനിൽ 30 ദിവസവും 1 മണിക്കൂറും അതിനേക്കാൾ സുദീർഘമായ സമയം തറാവീഹ് നമസ്കരിച്ചവരാണ്. ശരി, തറാവീഹിനാണോ പുണ്യം, സുബഹി ജമാഅത്തിനാണോ പുണ്യം? സുബഹിയുടെ പുണ്യം തറാവീഹിനില്ല. 2 റക്അത്ത് സുബഹി ജമാഅത്തിന്റെ പുണ്യം രാത്രി നമസ്കാരത്തിനില്ല. സുബഹിയിലൂടെ റബ്ബിലേക്ക് അടുക്കുന്നത് പോലെ രാത്രി നമസ്കാരത്തിലൂടെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല. അതിന് ഫദിലില്ല എന്നല്ല, സുബഹിയുടെ ഫദിലില്ല, സുബഹിയുടെ മഹത്വമില്ല. എങ്കിൽ ഒരു മുസ്ലിം സഹോദരന്റെ ജീവിതം സുബഹിയുടെ മുമ്പ് തുടങ്ങണം. പക്ഷികൾ അതിനു മുന്നേ എഴുന്നേൽക്കും, മറ്റു ജീവജാലങ്ങൾ എഴുന്നേൽക്കും. പുതച്ചുറങ്ങുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ഒരു പള്ളിയിൽ കയറിയപ്പോൾ അവിടെ ഒരു പ്രായം ചെന്നൊരു കാരണവർ, അദ്ദേഹം ഇങ്ങനെ പള്ളിയിലെത്തി നിസ്കാരം തുടങ്ങുന്നതിന് മുന്നേ പള്ളിയിലെത്താത്തവരെങ്ങനെ ഫോൺ വിളിക്കാൻ, എന്നെ കാണുന്നില്ലല്ലോ, നിസ്കാരം തുടങ്ങാനായി. എത്ര നല്ലൊരു മാതൃക! ആ പള്ളിയിൽ പങ്കെടുക്കേണ്ട ജമാഅത്തിനെത്തേണ്ട ആൾ എത്തിയിട്ടില്ലെങ്കിൽ അവരെ ഒന്ന് വിളിച്ച്, എന്തേ നമസ്കാരത്തിന്റെ സമയമായി, സുബഹിയുടെ സമയമായി, കാണുന്നില്ലല്ലോ, പള്ളിയിലേക്ക് വാ. ആ ഒരു മാതൃകയുണ്ടല്ലോ, ആ മാതൃക ഇവിടെ ഉണ്ടാകണം. നമ്മുടെ മഹല്ലിൽ, നമ്മുടെ പള്ളിയിൽ, ഇവിടെ ദഅവാ പ്രവർത്തനങ്ങളിലുള്ള, സംഘടനാ പ്രവർത്തനങ്ങളിലുള്ള, മറ്റു കാര്യങ്ങളിലുള്ള ഒരു സഹോദരൻ സുബഹിക്ക് കാണുന്നില്ല.
ചോദിക്കണം, എന്തേ സുബഹിക്ക് കാണുന്നില്ലല്ലോ? ആൾക്കൂട്ടത്തിൽ ചോദിക്കണ്ട, പരസ്യമായി ചോദിക്കണമെന്നില്ല. ഒന്ന് പതുക്കെ തോളിൽ തട്ടിയിട്ട് ചോദിക്കണം, എന്തേ സുബഹിക്ക് വരാത്തത്? എന്തേ നിർബന്ധമായ സുബഹി ജമാഅത്തിന് കാണാത്തത്? മറ്റു കാര്യങ്ങളിലെല്ലാം ഉഷാറാണല്ലോ, പക്ഷെ അത് മാത്രം പോരാ, സുബഹി നിർബന്ധമാണ്, സുബഹിക്കെത്തണം. സുബഹിക്ക് എഴുന്നേൽക്കാത്ത ഭർത്താവിനോട് ഭാര്യ ചോദിക്കണം, എന്തേ സുബഹി നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഈ ഒരു പ്രശ്നം? സുബഹി നിർബന്ധമായി സുബഹിക്ക് പള്ളിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ യഅലമൂന മാ ഫിൽ അതമ വസ്സുബഹ്, സുബഹിയുടെ പുണ്യം അവരറിഞ്ഞിരുന്നുവെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബവ, അവര് മുട്ടിലിടഞ്ഞുകൊണ്ടെങ്കിലും പള്ളിയിലേക്ക് എത്തുമായിരുന്നു. നടക്കാൻ കഴിയില്ല, മറ്റു സൗകര്യങ്ങളില്ല, മുട്ടിലിടഞ്ഞുകൊണ്ടാണ് അവർക്ക് പള്ളിയിലെത്താൻ കഴിയുന്നത് എങ്കിലും സുബഹിയുടെ ഫളിൽ അറിഞ്ഞാൽ, സുബഹിയുടെ മഹത്വം അറിഞ്ഞാൽ അവർ സുബഹിക്കെത്തും. ഇപ്പൊ സുബഹിക്കെത്താത്ത അവസ്ഥ ഉണ്ടാകരുത്. പരസ്പരം ഉപദേശിക്കണം, കാണാത്തവരെ ചെന്ന് വിളിക്കണം. നേരം വൈകി എത്തുന്നവരോട് കുറച്ച് നേരത്തെ എത്തണം. ഇന്നൊരു റക്അത്ത് പോയിട്ടോ, അത് മോശാണ്. നേരത്തെ എത്തി 2 റക്അത്ത് നിസ്കരിച്ചാൽ എത്ര കൂലിയാണ്. അങ്ങനെ ഒന്ന് ഉപദേശിച്ച് സുബഹി ജമാഅത്ത് ഇവിടെ കൃത്യമായി നടന്നാൽ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരും, നമ്മുടെ മറ്റു വിഷയങ്ങൾ തീരും. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകണം. ഇനി നമുക്ക് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാൻ കഴിയുമോ? ഇനി നമുക്ക് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കാൻ കഴിയുമോ? കഴിയും. ആ കൂലി നമുക്ക് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ല സുബ്ഹ് ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സ്വല്ല ലൈല കുല്ലഹ്. ഒരാൾ സുബഹി ജമാഅത്തായി നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചവന്റെ പ്രതിഫലമാണ്. എത്ര വലിയ പ്രതിഫലം! രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം സുബഹി ജമാഅത്തായി നമസ്കരിച്ചാൽ. എങ്കിൽ അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. സുബഹി കഴിഞ്ഞ് കുറച്ച് ദിക്ർ ചൊല്ലി, ചൊല്ലേണ്ട അദ്കാറുകളൊക്കെ ചൊല്ലി, അങ്ങനെയാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിന്റെ ശീലമാകണം. ഹജ്ജാജ് ഇബ്നു യൂസുഫ്, ഹജ്ജാജ് എത്ര വലിയ പോക്കിരിയായ ഭരണാധികാരിയാണ്! ഹജ്ജാജിന്റെ പ്രവർത്തനങ്ങൾ എത്ര ഭീകരമാണ്! ആ ഹജ്ജാജ് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ അദ്ദേഹത്തിന്റെ മകൾ ഉമ്മു കുൽസൂമിനെ വിവാഹം കഴിക്കുന്നുണ്ട്. ഹജ്ജാജ് ഭരണാധികാരിയാണ്, അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിപ്പിച്ചതല്ല, പക്ഷെ ചില രാഷ്ട്രീയപരമായ കാരണങ്ങൾ അവിടെ വിവാഹം നടന്നു. ഹജ്ജാജ് എത്രയാളുകൾ വിറപ്പിച്ച പോക്കിരിയാണ്. പക്ഷേ ഒരു ദിവസം പോലും ഉമ്മു കുൽസൂമിന് ഹജ്ജാജിന്റെ കീഴിൽ ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. കല്യാണം നടന്നു, മരണം വരെ വീട് കൂടിയിട്ടില്ല, ഒന്നിച്ച് താമസിച്ചിട്ടില്ല. മരണം വരെ ഹജ്ജാജ് ചെലവിന് കൊടുത്തു. ഇതെങ്ങനെ? ഈ അത്ഭുതം എങ്ങനെ? ഒരു വലിയ ഭരണാധികാരിയുടെ കീഴിൽ ഒരു സാധുവായ പെൺകുട്ടി കഴിയുന്നു, അതും എല്ലാ അധികാരങ്ങളുമുള്ള പോക്കിരിയായ ഒരു മനുഷ്യന്റെ കീഴിൽ. അയാൾ ചെലവിന് കൊടുക്കുന്നു, പക്ഷേ സമീപിക്കാതെ, അരികിലേക്കെത്താതെ ആ പെണ്ണിനെ സംരക്ഷിക്കുന്നു. പണ്ഡിതന്മാരതിൻ്റെ കാരണം പറഞ്ഞത് ഉമ്മു കുൽസൂമിന് ഉപ്പ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥനയാണ്, ദുആഉൽ കർബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. എത്ര ചെറിയ പ്രാർത്ഥനയാണ് ആ ദുആഉൽ കർബ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ട്. നമ്മൾ മക്കളെ പഠിപ്പിക്കണം, നമ്മൾ ചൊല്ലണം, അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏതു വലിയ പ്രതിസന്ധിയും നമുക്കവിടെ സുരക്ഷയായി ഇത്തരം പ്രാർത്ഥനകൾ മാറും. അതുകൊണ്ട് തന്നെ റമദാൻ കഴിയുന്നതോടുകൂടെ പ്രാർത്ഥനകളും അദ്കാറുകളും അവസാനിക്കരുത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ചെറിയൊരു കുട്ടി കരഞ്ഞു തുടങ്ങിയാൽ ആരുടെ കയ്യിൽ കൊടുത്താലും കുട്ടി അടങ്ങില്ല, കുട്ടിക്ക് സമാധാനാകില്ല. ഉമ്മാൻ്റെ കയ്യിലെത്തണം, അപ്പോഴേ കരച്ചിൽ നിർത്തുള്ളൂ. ഉമ്മയുടെ കയ്യിലേക്ക് എത്തുന്നത് വരെ ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളും അങ്ങനെയാകണം. ഒരു പ്രയാസം വന്നാൽ റബ്ബിൻ്റെ മുന്നിലേക്ക് വെക്കണം, അപ്പോഴേ നമുക്ക് ആശ്വാസമാകാൻ പാടുള്ളൂ.
മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് നമുക്ക് തൃപ്തിയാകരുത്. മനുഷ്യരുടെ മുന്നിൽ പ്രശ്നങ്ങൾ ഇറക്കി വെച്ചിട്ട് നമുക്ക് തൃപ്തിയാകരുത്. നമ്മൾ കരഞ്ഞ് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോഴാണ്, റബ്ബിനോട് പറയുമ്പോഴാണ് നമുക്ക് തൃപ്തിയാകേണ്ടത്. റമളാൻ കഴിഞ്ഞാലും നമുക്ക് പ്രാർത്ഥിക്കണം, നമുക്ക് റബ്ബിനോട് നിരന്തരമായി ചോദിക്കണം. അങ്ങനെ നന്മകളിൽ തുടരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇനി നമ്മുടെ മുന്നിലുള്ള വളരെ പുണ്യമേറിയ 6 നോമ്പുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന, ആരെങ്കിലും റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചു, സുമ്മത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, അതിനെ തുടർന്ന് ശവ്വാലിൽ 6 നോമ്പ് അനുഷ്ഠിച്ചാൽ കാന ഖസിയാമി ദഹർ, ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു ദിവസത്തിന് 2 മാസത്തെ കൂലി, ഒരു നോമ്പിന് 2 മാസത്തെ പ്രതിഫലം, 6 നോമ്പിന് 1 വർഷത്തെ പ്രതിഫലം. അങ്ങനെ 1 വർഷം മുഴുവൻ നോമ്പുകാരൻ്റെ പ്രതിഫലം ശവ്വാലിൽ 6 നോമ്പ് അനുഷ്ഠിച്ചാൽ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് തുടർച്ച വേണമെന്നില്ല. റമളാൻ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ആരംഭിക്കണമെന്നില്ല. അങ്ങനെ തുടരുകയാണെങ്കിൽ ഒരു നന്മ തുടർത്തുന്നു എന്ന ഖൈർ അതിലുണ്ട്. എന്നാൽ ശവ്വാലിൽ 6 ദിവസം, അത് ഏത് ദിവസത്തിലുമാകാം, ശവ്വാലിൽ 6 ദിവസം നോമ്പ് നോറ്റാൽ ഈ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇനി ചില ആളുകൾ ചോദിക്കാറുണ്ട്, റമളാനിൽ നോമ്പ് ബാക്കിയുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ റമളാനിൽ നോമ്പ് നോറ്റു വിട്ടിട്ടില്ല, റമളാനിൽ ഹൈദ് കാരണം നോമ്പ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ 2 നോമ്പ് എനിക്ക് കടമുണ്ട്, അത് നോൽക്കാതെ ശവ്വാലിലെ നോമ്പ് നോൽക്കാമോ? ഹദീസിൽ വന്നത് മൻ സാമ റമളാന സുമ്മത്ബഅഹു, റമളാൻ നോമ്പ് നോറ്റ് അതിനെ തുടർത്തിയാൽ. അപ്പൊ കടമുണ്ട് എങ്കിൽ ആദ്യം റമളാനിലെ കടം വീട്ടണം, അത് ഫർളാണ്, അത് നിർബന്ധമാണ്. റമളാനിൽ നമുക്കൊരു 6 നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് നോറ്റുവിട്ടൽ ഫർളാണ്. ശവ്വാലിലെ നോമ്പ് സുന്നത്താണ്. ഫർള് വീടിയതിന് ശേഷം, ആ റമളാൻ പൂർത്തീകരിച്ചതിന് ശേഷം അതിനെ തുടർത്തുമ്പോഴാണ് ഈ പ്രതിഫലം ലഭിക്കുക. അതുപോലെ ചില ആളുകളുടെ ഒരു സംശയമാണ്, അപ്പോൾ 2 ഒറ്റ നീയത്തിൽ പറ്റുമോ? ഫർള് നോമ്പ് തന്നെ ശവ്വാലിൽ ആ കൂലി കൂടെ കിട്ടാൻ, അത് പിന്നെ ഒരു ഫർളും ഒരു സുന്നത്തും ഒന്നിച്ച് ചെയ്യുക എന്നുള്ളത് ശരിയായ രീതിയല്ല. അങ്ങനെ ഒരു 6 നോമ്പ് നോറ്റാൽ അത് കടം വീടുക എന്നതല്ലാതെ ശവ്വാലിൻ്റെ പ്രതിഫലം അതിന് ലഭിക്കുകയില്ല. രണ്ടും രണ്ടായി തന്നെ, കടമുള്ളവർ ആ കടം വീട്ടുകയും അതിനെ തുടർന്ന് ശവ്വാലിലെ നോമ്പ് നോറ്റുവീട്ടുകയും ചെയ്യണം. അത് പ്രത്യേകം നാം ശ്രദ്ധിക്കുക. റമളാൻ കഴിയുന്നതോടുകൂടെ നോമ്പുകൾ അവസാനിക്കുന്നില്ല. അപ്പോൾ കഴിയുന്നതും നേരത്തെ, ചില ആളുകളൊക്കെ അവസാനത്തേക്ക് അതിങ്ങനെ നീക്കി വെക്കും, എന്നിട്ട് 2 നോമ്പ് നഷ്ടപ്പെടും. നിർബന്ധ നോമ്പ് തന്നെ ഇനി അവസാന സമയത്തേക്ക്, പ്രത്യേകിച്ച് ഗർഭിണികളും കുട്ടികളുള്ളവരൊക്കെ അവസാന സമയത്തേക്ക് മാറ്റിവെച്ച് എത്രയോ ദിവസങ്ങൾ നോമ്പ് കടം വീട്ടാനുള്ള ദിവസങ്ങൾ കടന്നുപോകും. ആ കടം വീട്ടാൻ കഴിവുള്ള സമയം വന്നെത്തിയാൽ കടം വീട്ടൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, നന്മകളിൽ മത്സരിക്കുക.